157 വോട്ടുകൾക്കാണ് രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്നത്. രമേശ് പിഷാരടി മുന്നിൽ എത്തിയിരിക്കുന്നു. തുടക്കം മുതൽ ശോഭാ സുരേന്ദ്രനായിരുന്നു മുന്നിൽ. ഒരു പോയിന്റിൽ എനിക്ക് വന്ന് നമ്മളത് പറയുന്നതിനിടെ അത് വീണ്ടും മാറി, ലീഡ് നില മാറുന്ന സാഹചര്യം. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഒരു കുറച്ചായി തന്നെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ എക്സലാം ആദ്യഘട്ടത്തിൽ മുന്നിൽ വന്നെങ്കിൽ പോലും പിന്നീട് വീണ്ടും അത് പിന്നിലേക്ക് പോയി. ഈ ജി സുധാകരനൊക്കെ ജയിക്കുകയാണെങ്കിൽ അത് LDF-നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണെന്ന് തന്നെ പറയേണ്ടി വരും. തളിപ്പറമ്പിൽ അതൊരു സമാനമായ സാഹചര്യം. ടി കെ ഗോവിന്ദൻ CPM വിട്ടു പോയതാണ്. അദ്ദേഹം വിജയിച്ചാൽ അത് CPM-ന് ഏറ്റ ഒരു വലിയ അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. LDF 44, UDF 94, NDA 2 എന്നുള്ളതാണ് കണക്ക്. എന്തായാലും വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 41-ൽ നിന്ന് 94-ലേക്കുള്ള ദൂരം ചെറുതല്ല. ആ ദൂരം കടന്നെത്തിയിരിക്കുന്നു. പിണറായി 3.0 എന്ന അവകാശം ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. പിണറായി 3.0 എന്ന അവകാശവാദം. NDA 2, NDA-യുടെ സീറ്റ് മാറിമറിയുന്നു. NDA 2 എന്നുള്ളതാണ്. പാലക്കാട് മാറിയപ്പോൾ മാറുന്നതാണ്. എന്തായാലും ഇനിയും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ NDA-ക്ക്. അതെ, തിരുവല്ലയും നിയമവുമാണ് അവർക്ക് ഉള്ളത്. നേരത്തെ ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് 2 സീറ്റ് എന്ന് പറയുന്നത് ലീഡ് ചെയ്യുന്നതൊക്കെ ഇപ്പോഴും അബിൻ വർക്കി തന്നെയാണ്. നേരത്തെ പറഞ്ഞ തന്നെ വീണ ജോർജിനൊക്കെതിരെ വലിയ രീതിയിൽ തന്നെ ആ മന്ത്രിസഭയിൽ കൊല്ലം ജില്ലയിൽ പോലും എനിക്ക് തോന്നുന്നു പുനലൂരും കൊട്ടാരക്കരയും മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. കൊല്ലം ജില്ല LDF-ന്റെയും CPM-ന്റെയും കോട്ടയാണ്. ആ കോട്ട തകർന്നു എന്നുള്ളതാണ്. കൊല്ലം സീറ്റിൽ ബിന്ദു കൃഷ്ണ ലീഡ് ചെയ്യുന്നു. മുന്നിലുള്ളത്. അതെ അതെ, അത് എടുത്തു പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എനിക്കൊന്ന് 4ാം റൗണ്ട് എണ്ണി തീരാറാവുമ്പോഴും അബ്ദുൾ റഷീദാണ് മുന്നിലുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. LDF-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പിന്നിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് UDF-നെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് എന്നുള്ള കാര്യം സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.